നമസ്കാരം. തീർത്ഥയാത്ര എന്ന ഈ ചാനലിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ക്ഷേത്രോൽപത്തിയും സ്വയംഭൂ മഹാദേവന്റെ അവതാര കഥയുമാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. കാലം എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ചില ദിവ്യസ്ഥലങ്ങളുടെ മഹത്വം കാലത്തിന് മായ്ക്കാനാവില്ല. അങ്ങനെയൊരു ഭൂമിയായിരുന്നു അന്നത്തെ ശോണാദ്രി. ഇന്ന് നമ്മൾ ഭക്തിപൂർവം ചെങ്ങന്നൂർ എന്ന് വിളിക്കുന്ന പുണ്യഭൂമി. ശിവപാർവതിമാരുടെ ദിവ്യ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ ഈ ഭൂമി വർഷങ്ങളോളം മനുഷ്യവാസമില്ലാതെ കാടുപിടിച്ചു കിടന്നു എന്നാണ് ഐതിഹ്യം. എന്നാൽ ദൈവം നിശ്ചയിച്ച സമയമെത്തുമ്പോൾ ആ ദിവ്യ സാന്നിധ്യം വീണ്ടും ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. മോക്ഷസ്വരൂപനും സർവവ്യാപിയുമായ പരമശിവനെ ഞാൻ ഭക്തിപൂർവം വണങ്ങുന്നു. പരശുരാമന്റെ കേരള സൃഷ്ടി നമുക്കൊന്ന് ഇവിടെ പ്രതിപാദിക്കാം. കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങളിൽ പോലെ തന്നെ ചെങ്ങന്നൂരിന്റെ പാരമ്പര്യത്തിലും ഭഗവാൻ പരശുരാമന്റെ പേര് ആദരവോടെ പറയപ്പെടുന്നു. പുരാണ പരമ്പര പ്രകാരം പരശുരാമൻ സമുദ്രത്തിൽ നിന്ന് കേരള ഭൂമി നേടിയെടുത്ത ശേഷം വൈദിക ആരാധന നിലനിർത്തുന്നതിനായി അനേകം ബ്രാഹ്മണ കുടുംബങ്ങളെ ഇവിടെ കുടിയിരുത്തി. അവരെ 64 ഗ്രാമങ്ങളായി വിഭജിക്കുകയും ശിവക്ഷേത്രങ്ങളും ദേവീക്ഷേത്രങ്ങളും സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ആ 64 ഗ്രാമങ്ങളിൽ ഒന്നായിരുന്നു ശോണാദ്രി. കാലക്രമേണ ശോണാദ്രി ചെങ്കുന്നൂർ എന്നും പിന്നീട് ചെങ്ങന്നൂർ എന്ന പേരിലേക്കും രൂപാന്തരപ്പെട്ടു എന്നാണ് പരമ്പരാഗത വിശ്വാസം. കാടായ മണ്ണിൽ കരുണ വിതറി കാലം കാത്തൊരു ദൈവരഹസ്യം, പുല്ലിൻ നിഴലിൽ മറഞ്ഞു നിന്നത് പരമശിവന്റെ അനന്ത പ്രകാശം. വീണ്ടും കാലം മുന്നോട്ടു പോയി. ആ പ്രദേശം വഞ്ഞിപ്പുഴ മഠത്തിലെ തമ്പുരാന്റെ ഭരണത്തിലായിരുന്നു. ക്ഷേത്രം നിലകൊള്ളുന്ന സ്ഥലം അന്ന് കൊടും കാടായിരുന്നു. ആ സ്ഥലം കൃഷിക്കായി പാട്ടത്തിനെടുത്തിരുന്നത് ഒരു നയനാരു പിള്ള എന്ന നാട്ടുകാരനായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം കേരളത്തിലെ ക്ഷേത്ര ചരിത്രങ്ങളിൽ ഇന്നും ഭക്തിയോടെ പറയപ്പെടുന്ന ഒരു അത്ഭുത സംഭവം അരങ്ങേറി. പ്രഭാതത്തിന്റെ നിശബ്ദത, കയ്യിൽ അരിവാൾ, പുല്ല് ശേഖരിക്കാൻ കാട്ടിലേക്കെത്തിയ ഒരു പുലയ സ്ത്രീ. അരിവാളിന്റെ മൂർച്ച കുറഞ്ഞിരുന്നു. സമീപത്ത് കണ്ട ഒരു കല്ലിൽ അവൾ അരിവാൾ ഉരച്ചു. ഒരു നിമിഷം അവൾ നിശ്ചലമായി. കല്ലിൽ നിന്ന് രക്തമൊഴുകുന്നു. അരിവാൾ കയ്യിൽ നിന്ന് താഴെ വീണു. ഭയവും ഭക്തിയും അത്ഭുതവും ചേർന്ന വികാരത്തോടെ അവൾ ഓടിച്ചെന്ന് വിവരം നയനാരു പിള്ളയെ അറിയിച്ചു. സംഭവം അറിഞ്ഞ വഞ്ഞിപ്പുഴ തമ്പുരാൻ ഉടൻ സ്ഥലത്തെത്തി. അദ്ദേഹത്തോടൊപ്പം പ്രദേശത്തെ പണ്ഡിതന്മാരും വേദപാരായണികളും ഉണ്ടായിരുന്നു. അവരിൽ ഒരാൾ കേരളത്തിലെ പ്രസിദ്ധമായ താന്ത്രിക പാരമ്പര്യത്തിന്റെ പ്രതിനിധിയായ താഴമൺ മഠത്തിലെ വലിയ പോറ്റിയായിരുന്നു. താന്ത്രിക പരിശോധനകൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞതായി ഐതിഹ്യം വിവരിക്കുന്നത് ഇത് ഒരു സാധാരണ കല്ലല്ല, സ്വയംഭൂ മഹാദേവന്റെ ദിവ്യലിംഗമാണ് എന്നാണ്. ആ വാക്കുകൾ കേട്ട നിമിഷം അവിടെ മുഴുവൻ നിശബ്ദമായി. മഹാമൃത്യുഞ്ജയത്തിന്റെ നാദം അവിടെ മുഴങ്ങിയെന്നാണ് ഭക്തി പാരമ്പര്യം പറയുന്നത്. ഭയപ്പെട്ട മനുഷ്യഹൃദയങ്ങൾക്ക് അത് ദൈവ സാന്നിധ്യത്തിന്റെ ആശ്വാസമായി. വലിയ പോറ്റി ഒരു നിർദ്ദേശം നൽകി. സ്വയംഭൂ ലിംഗത്തിൽ നിന്നുള്ള രക്തപ്രവാഹം ശമിപ്പിക്കുവാൻ 36 പറ നെയ്യുകൊണ്ട് അഭിഷേകം നടത്തണം, അല്ലെങ്കിൽ ഈ ദിവ്യജ്യോതി അപ്രത്യക്ഷമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതായി ഐതിഹ്യം പറയുന്നു. വഞ്ഞിപ്പുഴ തമ്പുരാൻ ഒരു നിമിഷം പോലും വൈകിയില്ല. ആവശ്യമായ നെയ്യും പൂജാ സാമഗ്രികളും എത്തിച്ചു. വേദമന്ത്രങ്ങൾ മുഴങ്ങി, ഖണ്ഡാനാദം ഉയർന്നു, ശംഖം മുഴങ്ങി. തുടർന്ന് ആ ദിവ്യ നെയ്യഭിഷേകം ആരംഭിച്ചു. അഭിഷേകം പൂർത്തിയായപ്പോൾ രക്തപ്രവാഹം നിലച്ചു എന്നാണ് തലമുറകളായി കൈമാറി വരുന്ന വിശ്വാസം. ആ നിമിഷം അവിടെ കൂടിയിരുന്നവർക്ക് ഒരേ ഒരു ബോധ്യം മാത്രം: ഇവിടെ മഹാദേവൻ സ്വയം പ്രത്യക്ഷനായിരിക്കുന്നു. നെയ്യിൽ സുഗന്ധം നിറഞ്ഞ നേരം നിറഞ്ഞു നിന്നു ശിവചൈതന്യം. മനസ്സിൽ തെളിഞ്ഞൊരു ദീപമായി മഹാദേവൻ വാഴുന്നു ഇന്നും. ഈ അത്ഭുത സംഭവത്തിന് ശേഷം വഞ്ഞിപ്പുഴ തമ്പുരാനും താഴമൺ മഠത്തിലെ വലിയ പോറ്റിയും ഒന്നു ചേർന്ന് ഒരു മഹത്തായ തീരുമാനം കൈക്കൊണ്ടു. ഈ സ്വയംഭൂ ലിംഗത്തെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു മഹാക്ഷേത്രം പണിയണം. ഒരു സാധാരണ ക്ഷേത്രമല്ല, ശിവനും ശക്തിയും ഒരേ സന്നിധിയിൽ വാഴുന്ന അപൂർവ ദേവാലയം. അതായിരുന്നു അവരുടെ സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വിധി മറ്റൊരാളെ കൂടി പുണ്യഭൂമിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. കേരളത്തിന്റെ ഇതിഹാസ ശില്പി പെരുന്തച്ചൻ. ഒരു കാട്ടിനുള്ളിൽ മറഞ്ഞു കിടന്ന ദിവ്യസ്ഥലം ഒരു സാധാരണ സ്ത്രീയുടെ കൈകളിലൂടെ ലോകം തിരിച്ചറിഞ്ഞു. സ്വയംഭൂ മഹാദേവന്റെ അനുഗ്രഹം, ഒരു മഹാക്ഷേത്രത്തിന്റെ ആരംഭം, പെരുന്തച്ചന്റെ അത്ഭുതകരമായ വരവ്, ശ്രീകോവിലിന്റെ നിർമ്മാണം, അണ്ഡാകൃതിയിലുള്ള വിഖ്യാത കൂത്തമ്പലം, ചെങ്ങന്നൂരമ്മയുടെ പ്രതിഷ്ഠ, ഇവയെല്ലാം നമുക്ക് ഒരു അത്ഭുതമായി തോന്നാം. ഇന്നത്തെ ഈ തീർത്ഥയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ചെങ്ങന്നൂർ ക്ഷേത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ
ഘട്ടം ഘട്ടമായി നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട്. ചെങ്ങന്നൂർ ക്ഷേത്രത്തിന്റെ ചരിത്രം മുഴുവൻ ഒറ്റ വീഡിയോയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നു. എന്നിരുന്നാലും അതീവ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഓരോ കാര്യങ്ങളും വിശദമായി പറഞ്ഞുകൊണ്ട് തുടർന്നും വീഡിയോകൾ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.